ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമ്മൾ കുറേ കാലമായി ഇപ്പോൾ ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് ഈ വണ്ടിയെ പറ്റി തന്നെ പറയുന്നതെന്ന്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ വണ്ടിയുടെ കുറച്ചധികം പുതിയ ഡീറ്റെയിൽസ് റിവീലായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡയമെൻഷൻസ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒഫീഷ്യൽ ക്ലെയിംഡ് മൈലേജ് ഫിഗേഴ്സും പുറത്ത് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടി തുടങ്ങി ഇനി. ആൻഡ് ഈ വണ്ടി ഇപ്പോഴും എവിടെയും ലോഞ്ച് ചെയ്തിട്ടില്ല. ഇത് ആ ഒരു കഴിഞ്ഞ ടോക്കിയോ ഓട്ടോ ഷോയിലൊക്കെ കാണിച്ചു തന്നെ ഉള്ളൂ. ഞാൻ ആദ്യം ഏതായാലും ഇതിൻ്റെ ഡയമെൻഷൻസ് പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഇന്ത്യൻ സ്പെക്കിലുള്ള ഡയമെൻഷൻസ് അല്ല. അതുകൊണ്ട് ചിലപ്പോൾ ചെറിയ വ്യത്യാസം 2-3 മില്ലിമീറ്റേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കും. കാരണം ബമ്പറിൻ്റെ ഡിസൈനിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ വരും. നിർബന്ധമൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞാണ് ഡിസ്ക്ലെയിമർ പോലെ. സോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 3860 മില്ലിമീറ്റേഴ്സാണ്. പഴയ സ്വിഫ്റ്റിന് 3845 മില്ലിമീറ്റേഴ്സ് ആയിരുന്നു. അതായത് ലെങ്ത്ത് 15 മില്ലിമീറ്റേഴ്സ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എടുക്കുകയാണെങ്കിൽ 1500 മില്ലിമീറ്റേഴ്സാണ് പുതിയ സ്വിഫ്റ്റിൻ്റെ ഹൈറ്റ്. പഴയ സ്വിഫ്റ്റിൻ്റെ ഹൈറ്റ് 1530 മില്ലിമീറ്റേഴ്സ് ആയിരുന്നു. അതായത് അവിടെ 30 മില്ലിമീറ്റേഴ്സ് അവർ കുറച്ചിട്ടുണ്ട്. ഹൈറ്റ് കുറച്ചത് എനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം വണ്ടിയിൽ കയറാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ ഒരു ഇത്തിരി കൂടുമെങ്കിലും മൊത്തത്തിലുള്ള ഒരു എയറോഡൈനാമിക് ഡിസൈനും അതുപോലെ അതായത് എയറോഡൈനാമിക് എഫിഷ്യൻസിയും അതുപോലെ വണ്ടിയുടെ ഒരു ഷേപ്പും അതുപോലെ സ്റ്റാൻസും ഒക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി വിട്ടിൻ്റെ കേസ്, വിട്ട് അവർ കുറച്ചധികം കുറച്ചു. 1695 mm ആണ് പുതിയ സ്വിഫ്റ്റിൻ്റെ വിട്ട്. പഴയ മോഡലിൻ്റെ വിട്ട് 1735 mm ആണ്. 40 മില്ലിമീറ്റേഴ്സിനടുത്ത് വിട്ട് കുറച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 4 സെൻറ്റിമീറ്റർ വരും. അത് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ടെന്ന് പറയാം. കാരണം നമ്മളിപ്പം പറഞ്ഞു വരുമ്പം 10-20 സെൻറ്റിമീറ്റർ മില്ലിമീറ്റേഴ്സ് വലിയ വ്യത്യാസമായിട്ട് വരില്ലെങ്കിലും 40 മില്ലിമീറ്റേഴ്സ് എന്ന് പറയുമ്പം അത് ഒരു റീസണബിൾ ആയിട്ടുള്ള വ്യത്യാസമായിട്ട് വേണമെങ്കിൽ പറയാം. ഭയങ്കര വ്യത്യാസം നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ അയ്യോ ഇത് ഭയങ്കര ചെറുതായി പോയല്ലോ എന്ന് തോന്നുന്നല്ല. എന്നാലും ഓൺ പേപ്പർ നോക്കുമ്പോൾ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. പിന്നെ വേറെ വീൽ ബേസിലൊന്നും വ്യത്യാസമൊന്നുമില്ല. അതിപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇതിനകത്ത് പ്ലാറ്റ്ഫോമിൻ്റെ വ്യത്യാസമില്ല. സെയിം ഹാർടെക് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റും വരുന്നത്, തേർഡ് ജനറേഷൻ പോലെ തന്നെ. അതുകൊണ്ട് വീൽ ബേസ് സെയിം ആണ്. 2450 മില്ലിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ വീൽ ബേസ്. ഇനി ഇതിൻ്റെ മൈലേജ് എത്രയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. സോ മൈലേജിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഇതിൻ്റെ എഞ്ചിൻ ഏതാണെന്ന് അറിയണം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, കാരണം ഞാൻ തന്നെ എൻ്റെ പല വീഡിയോസിലൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്നത് പുതിയ Z12E എന്ന് പറയുന്ന എഞ്ചിനാണ്. അതായത് മൊത്തത്തിൽ അവർ ഇതിൻ്റെ എഞ്ചിൻ കോഡിങ് മാറ്റി. പണ്ട് K സീരീസ് എഞ്ചിനായിരുന്നു സ്വിഫ്റ്റിലുണ്ടായിരുന്നത്. ആക്ച്വലി ഇപ്പോൾ ഇന്ത്യയിൽ വരുന്ന സ്വിഫ്റ്റിലും K സീരീസ് എഞ്ചിൻ തന്നെയാണുള്ളത്. K12N എന്ന് പറയുന്ന എഞ്ചിനാണ് ഇവിടെ വരുന്നത്. ഡ്യുവൽ ജെറ്റാണ്. 89 bhp 113 Nm ടോർക്കുമാണ് ഉള്ളത്. പക്ഷേ എന്നാൽ അവിടേക്ക് വരുമ്പോഴേക്കും ഈ പുതിയ എഞ്ചിനിൽ Z എന്ന് പറയുന്ന കോഡാണ്, അതായത് Z സീരീസ് എഞ്ചിനാണ് ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നത്. ആൻഡ് അതിൻ്റെ ലാസ്റ്റ് കോഡ് എന്ന് പറയുന്നത് E ആണ്. Z12V എന്നാണ് എഞ്ചിൻ്റെ കോഡ് വന്നിരിക്കുന്നത്. പിന്നെ ഇതൊരു 1.2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ K സീരീസ് എഞ്ചിൻ 1.2 ലിറ്റർ കപ്പാസിറ്റി ഉണ്ടായിരുന്നത് 4 സിലിണ്ടർ ആയിരുന്നു. ഇത് പക്ഷേ ഒരു പുതിയ 3 സിലിണ്ടർ എഞ്ചിനാണ്. പഴയ തന്നെ ബേസ്ഡ് ആണെന്ന് പറയാം. പക്ഷേ എന്നാൽ അത് അവർ കുറച്ചുകൂടെ മൈലേജ് കൂട്ടാൻ വേണ്ടി 3 സിലിണ്ടർ ആക്കിയെന്നാണ് പറയുന്നത്. പിന്നെ ഈ വണ്ടിയുടെ പുറത്തെ ഈ എഞ്ചിൻ്റെ ക്ലെയിംഡ് എക്സ്പെക്റ്റഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്, അതായത് എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സ് ഓൾമോസ്റ്റ് 100 bhp 150 Nm ടോർക്കും ഒക്കെ വരും എന്നാണ് പറയുന്നത്. എഗെയിൻ ഇതും എക്സാക്റ്റ് ആയിട്ട് പുറത്ത് വന്നിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും അവർ ഇത്രയും പവർ കൊടുക്കുമായിരിക്കുന്നത്. കാരണം മെയിനായിട്ട് ഇത് മൈലേജ് ഫോക്കസ് ചെയ്താണ് അവർ ഈ ഒരു 3 സിലിണ്ടർ എഞ്ചിനിലേക്ക് മാറിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ മറ്റേ എഫിഷ്യൻസിയുടെയും അതുപോലെ തന്നെ എമിഷൻ നോംസിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് 4 സിലിണ്ടറേയും 3 സിലിണ്ടറേയൊക്കെ ആയത്. എന്നാൽ പോലും ഇവരിപ്പോൾ ക്ലെയിംഡ് മൈലേജ് നോക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ ഭയങ്കര വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല. കാരണം നമുക്കിപ്പോൾ കിട്ടുന്ന സ്വിഫ്റ്റിന് തന്നെ ക്ലെയിംഡ് മൈലേജ് നിങ്ങൾ ഓട്ടോമാറ്റിക് 1.2 അതായത് AMT വരുന്ന മോഡൽ നോക്കുകയാണെങ്കിൽ 22.56 kmpl ആൻഡ് ഈ പുതിയ മോഡലിൻ്റെ ക്ലെയിംഡ് മൈലേജ് നോക്കുകയാണെങ്കിൽ ഇത് CVT ഓട്ടോമാറ്റിക്കിൽ മാത്രമേ വരുന്നുള്ളൂ, ജപ്പാനിൽ കാണിച്ചിരിക്കുന്ന സ്ഥലത്ത്. പിന്നെ അതിൽ തന്നെ ഹൈബ്രിഡും നോൺ ഹൈബ്രിഡും കാണിച്ചിട്ടുണ്ട്. ഇത് മൈൽഡ് ഹൈബ്രിഡ് ആണോ സ്ട്രോങ് ഹൈബ്രിഡ് ആണോ എന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും സ്മാർട്ട് ഹൈബ്രിഡ് പോലത്തെ എന്തെങ്കിലും സംവിധാനം ആയിരിക്കുന്നത്. കാരണം അതല്ല, സ്ട്രോങ് ഹൈബ്രിഡ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ക്ലെയിംഡ് മൈലേജ് ഈ ലെവലിലൊന്നും നിൽക്കില്ലായിരുന്നു. ഇതിൻ്റെ ക്ലെയിംഡ് മൈലേജ് നിങ്ങളിപ്പം CVT ഓട്ടോമാറ്റിക് ഇവർ ഹൈബ്രിഡ് എന്ന് മെൻഷൻ ചെയ്യുന്ന ഒരു വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ 24.5 kmpl ആണ്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ വരുന്ന ഹൈ റൈഡർ അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയുടെ സ്ട്രോങ് ഹൈബ്രിഡ് മോഡൽ എടുക്കുകയാണെങ്കിൽ അതിന് തന്നെ 27.9 kmpl അടുത്തൊക്കെ മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 28 അടുത്ത് മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനേക്കാൾ ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞ ഒരു എഞ്ചിന് തീർച്ചയായും സ്ട്രോങ് ഹൈബ്രിഡ് ആയിരുന്നെങ്കിൽ അവർക്ക് അതിലും കൂടുതൽ ക്ലെയിംഡ് മൈലേജ് 30 മുകളിലൊക്കെ വേണമെങ്കിൽ ക്ലെയിം ചെയ്യായിരുന്നു. പക്ഷെ എന്നാൽ അതൊന്നും ചെയ്തിട്ടില്ല. ഇത് 24.5 ആണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്.
ആൻഡ് ഇതിൻ്റെ നോൺ ഹൈബ്രിഡ് എന്ന് പറയുന്ന മോഡൽസായിട്ട് അവർ കൊടുക്കുന്നതിന് 23.5 kmph മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവർ ഹൈബ്രിഡ് എന്ന് പറയുന്നതും നോൺ ഹൈബ്രിഡ് എന്ന് പറയുന്നതും തമ്മിൽ ആകെ 1 km/ലിറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ട്രോങ് ഹൈബ്രിഡ് ആവാൻ ചാൻസ് ഇല്ല, മിക്കവാറും മൈൽഡ് ഹൈബ്രിഡ് തന്നെ ആയിരിക്കും എന്നുള്ളത്. ആൻഡ് മൈൽഡ് ഹൈബ്രിഡ് ആണ് വരുന്നതെങ്കിൽ ഇവരുടെ മറ്റേ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ഒക്കെ വെച്ചായിരിക്കും വരുന്നത്. എന്ന് വെച്ചാൽ ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും, നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യും. ആൻഡ് നമ്മൾ പിന്നെ ബ്രേക്കോ ക്ലച്ചോ ആക്സിലേറ്റർ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വണ്ടി പിന്നെ ഓൺ ആവും. അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഒബ്വിയസ്ലി ഇപ്പോഴത്തെ മിക്ക വണ്ടികളിലും വരുന്നൊരു സംവിധാനമാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ഇതിനു മുമ്പും പല വീഡിയോസിലായിട്ട് ഇഷ്ടംപോലെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ സ്റ്റൈലിങ്ങിലൊന്നും അങ്ങനെ നമുക്ക് ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ള മാറ്റങ്ങളൊന്നും തോന്നില്ല. ഓൾമോസ്റ്റ് തേർഡ് ജനറേഷൻ പോലെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയ റിഫ്രഷ്ഡ് മോഡൽ പോലെ തോന്നും. അതായത് ഇപ്പോൾ ബലേനോയിൽ നിന്ന് ബലേനോ ഫേസ് ലിഫ്റ്റ് ആക്കിയ പോലെ, അല്ലെങ്കിൽ ബ്രസയിൽ നിന്ന് ബ്രസ ഫേസ് ലിഫ്റ്റ് ആക്കിയ പോലെ, ഇത് എല്ലാം അവർക്ക് വേണമെങ്കിൽ ജനറേഷനായിട്ട് പറയായിരുന്നു. അവർ ബ്രസയും ബലേനോ ഒക്കെ ജനറേഷൻ അപ്ഡേറ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഈ വണ്ടിയും അതുപോലെ ഒരു ജനറേഷൻ അപ്ഡേറ്റ് ആയിട്ട് പറയുന്നു എന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേയും 360° ക്യാമറയൊന്നും ഇതിൻ്റെ അകത്ത് ഇന്ത്യയിൽ വരില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ബാക്കിൽ ഡിസ്പ്ലേക്ക് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി അവർ കോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ ജപ്പാൻ സ്പെക്ക് മോഡൽ അവർ കാണിച്ച മോഡൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആക്ച്വലി 360° ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇന്ത്യയിൽ ഉണ്ടാവില്ല, അതാണ് സംഭവം. പിന്നെ ഈ വണ്ടിയുടെ ഇന്ത്യയിലെ ടെസ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ അടുത്ത് അതിൻ്റെ സ്പൈ ഷോട്ട്സ് ഒക്കെ വന്നായിരുന്നു. എന്ന് വെച്ചാൽ ഈ വണ്ടി അധികം വൈകാതെ തന്നെ ഇന്ത്യയിൽ ഇറക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇതിൻ്റെ ഗ്ലോബൽ ലോഞ്ച് ഈ വർഷം അവസാനം, അതായത് ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും പുറത്തൊക്കെ ഇത് ഇറങ്ങി തുടങ്ങും എന്നാണ് പറയുന്നത്. ഇനി ഡിസംബർ അവസാനം ഇറങ്ങിയില്ലെങ്കിൽ ജാനുവരി സ്റ്റാർട്ടിങ്ങിൽ തീർച്ചയായും ഇറങ്ങും. ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ 2024 ഫസ്റ്റ് ക്വാർട്ടർ ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ മേ ബി ഏപ്രിൽ സ്റ്റാർട്ടിങ് ആ ഒരു ടൈമിലാണ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് പറയുന്നത്. പിന്നെ നിങ്ങളിപ്പോഴും സ്വിഫ്റ്റിൻ്റെ സെയിൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 17,000, 18,000, 16,000 ആ റേഞ്ചിലൊക്കെ വെച്ച് പോകുന്നുണ്ട്. എനിക്ക് പറയാനുള്ള സംഭവം സിമ്പിളാണ്. നിങ്ങളിപ്പോൾ സ്വിഫ്റ്റ് എടുക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പുതിയ ജനറേഷൻ വരുന്നു എന്ന് പറയുമ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കുമല്ലോ അതിൻ്റെ ഒരു ശരി. പ്രത്യേകിച്ച് ഇനിയിപ്പം അധികകാലം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ 3-4 മാസം വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയുണ്ടെങ്കിൽ തീർച്ചയായും പുതിയ ജനറേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സംഭവം പറഞ്ഞു വരുമ്പം പ്രൈസ് കുറച്ച് കൂടുമെങ്കിലും വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള സാധനം, അതായത് ഇതിൻ്റെ എഞ്ചിൻ മൊത്തമായിട്ട് മാറുകയാണ്. എന്താണ് അവർ ഈ ഒരു 3 സിലിണ്ടർ എഞ്ചിനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ വരുമ്പോഴേക്കും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇൻറ്റീരിയർ ആണെങ്കിലും പഴയ വണ്ടിയുടെ കുറച്ച് ഡേറ്റഡ് ആയിട്ടൊരു ഫീലിലേക്ക് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പുതിയതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻറ്റീരിയറാണ്. നമുക്കൊരു ഇത്തിരി റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടും. അതുകൊണ്ട് അതൊക്കെ മാറിയതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ള കാര്യമുള്ളൂ. വണ്ടി എടുക്കാൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും വെയിറ്റ് ചെയ്യാം, അതേ ഞാൻ പറയുള്ളൂ. സെയിൽസ് വീഡിയോസിലൊക്കെ ഞാൻ ഈ സ്വിഫ്റ്റിന് ഇത്രയും സെയിൽ കൂടുമ്പോൾ പറയുന്നതാണത്. എനിവേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.